ഹലോ കൂട്ടുകാരെ, നയനം ഭാഗം 41 സ്വാഗതം. ഓ, തോമസ് ആദിയോടെ ഓടിപ്പോയി ഉടുതുണി ഒന്നുകൂടെ മുറുക്കി കുത്തി കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. അയാൾ ഒരു നിമിഷം കുഞ്ഞുമോൾക്ക് ദീനം വന്നുവോ എന്ന് ഓർത്ത് പകച്ചു പോയിരുന്നു. ത്രേസ്യ പതിയെ ഭിത്തിയിൽ പിടിച്ചു മുൻവശത്തെ വാതിൽക്കൽ നിൽക്കുന്നത് കാർ അർജുൻ്റെ ആ മുറ്റത്ത് നിന്ന് തിരിച്ചു റോഡിലേക്ക് എടുക്കുമ്പോൾ നയന കണ്ടിരുന്നു. കുഞ്ഞുമോള് ബെഡിൽ നിന്നെടുക്കും നേരം അർജുൻ കാര്യങ്ങളൊക്കെ രണ്ടുപേരോടും പറഞ്ഞിരുന്നു. കണ്ണീരോടെ ത്രേസ്യ മുഖം താഴ്ത്തി നിന്നു. എന്നാൽ കോശിയാകട്ടെ നിശബ്ദനായി അവനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവനെ ബുദ്ധിമുട്ടിച്ചാണല്ലോ തങ്ങൾ ജീവിക്കുന്നത് എന്നോർത്തപ്പോൾ അവൾക്ക് വലിയ മനപ്രയാസം തോന്നി. കാർ ഹോസ്പിറ്റലിൻ്റെ മുൻപിലെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തി. കുഞ്ഞുമോളെ വർഷങ്ങളായി ചികിത്സിക്കുന്നത് ഈ ഹോസ്പിറ്റലിലാണ്. ഇവിടെ നിന്ന് തന്നെയായിരുന്നു സർജറിയും ചെയ്തത്. 2-3 വട്ടം കുഞ്ഞുമോളെ ഡോക്ടറെ കാണിക്കാൻ നയനയും അമ്മച്ചിക്കൊപ്പം വന്നിട്ടുണ്ട്. എന്നാലും ഡോക്ടറുടെ പേര് അവൾക്ക് ഓർമ്മ കിട്ടുന്നില്ല. നിനക്ക് ഒരേ ഒരാളുടെ പേരല്ലേ അറിയൂ നയന? അർജുൻ. എൻ്റെ പേര് ചുണ്ടിൽ വിരൽ വെച്ച് ഓർക്കുന്നവളോടായി അർജുൻ കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ മുഖം വീർപ്പിച്ചു അവനെ നോക്കിക്കൊണ്ട് വീണ്ടും ആലോചന തുടങ്ങി. പ്രവീൺ. ഭിത്തിയിൽ ചാരി ഒട്ടി വെച്ച കസാരയിൽ ഒന്നിൽ ഇരിക്കുന്ന കുഞ്ഞുമോൾ ഉറക്കെ പറഞ്ഞതും ഇരുവരും തിരിഞ്ഞു നോക്കി. അതോടെ നയന ലിസ്റ്റ് എടുക്കാൻ പോയി. കുഞ്ഞുമോളുടെ ചേച്ചിക്ക് ഒരൊറ്റ പേരെ ഓർമ്മയിൽ വരൂ. അർജുൻ കൊഞ്ചിക്കൊണ്ട് കുഞ്ഞുമോളുടെ അടുത്തിരുന്നു. അർജുൻ എന്നല്ലേ? അമ്പടി വായാടി. കുഞ്ഞുമോൾ ചിരിയോടെ പറഞ്ഞപ്പോൾ അർജുന് സന്തോഷം കൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. ഡോക്ടർ റൂമിൽ ചെന്നപ്പോൾ ഡോക്ടർ അർജുൻ ആരാണെന്ന് ചോദിച്ചതിന് അവൾ അളിയനാണെന്ന് പറഞ്ഞത് കേട്ട് നയനയും ഷോക്കടിച്ചതുപോലെ ഇരുന്നു. മരുന്നും അതിൻ്റെ കുറിപ്പടികളും നഷ്ടപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ എല്ലാം ആദ്യം തൊട്ട് തന്നെ എഴുതി കൊടുത്തു. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ പോയത് ഷോപ്പിംഗ് മാളിലേക്കായിരുന്നു. വീട്ടിലേക്ക് ആവശ്യമായ സകലമാന സാധനങ്ങളും അവിടെ നിന്ന് വാങ്ങി. നയന. റാക്കിലിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്ന് നോക്കി ട്രോളിയിലേക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന നയന അർജുൻ വിളിക്കുന്നത് കേട്ട് തിരിഞ്ഞു നോക്കി. അർജുൻ എന്തോ കയ്യിൽ പിടിച്ച് പിറകിലേക്ക് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. അവൾ എത്തി നോക്കാനൊന്നും നിന്നില്ല. നെറ്റി ചുളിച്ച് അവനെ നോക്കി. ഇതാടോ. അർജുന ഒരു ഫോൺ ബോക്സ് എടുത്ത് അവളുടെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. അർജുനേട്ടാ, ഇത് അവൾക്ക് എന്ത് പറയുമെന്നായി. ഇത് ഫോൺ പഴയത് ഇനി റെഡിയാക്കാനൊന്നും കഴിയില്ല. പിന്നെ ഈ ഫോൺ അപ്പച്ചന്. കയ്യിൽ കരുതിയ മറ്റൊരു ബോക്സ് അർജുൻ അവളുടെ കയ്യിൽ കൊടുത്തു. അപ്പച്ചൻ ഇതൊന്നും ഉപയോഗിക്കാൻ അറിയില്ല. മുൻപത്തെ ടോർച്ച് സെറ്റാ വശം. അത് ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. അർജുനേട്ടൻ ഇതങ്ങോട്ട് തിരിച്ചു വെച്ചേ. നയന അത് അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. അപ്പച്ചൻ പഠിക്കട്ടടി, അങ്ങേർക്കും വേണ്ടൊരു ചേഞ്ച് എന്ന് പറഞ്ഞ് അവൻ അത് അവൾക്ക് തന്നെ കൊടുത്തു. രാത്രിയിലേക്ക് കഴിക്കാനുള്ള ഭക്ഷണം പാർസൽ വാങ്ങിയാണ് അവർ ഷോപ്പിംഗ് അവസാനിപ്പിച്ചത്. മാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ കിട്ടിയ നീളത്തിലുള്ള ബില്ലും അതിലെ തുകയും കണ്ട് തോമസ് കണ്ണു തള്ളി. അർജുൻ കാർഡ് വെച്ച് നിഷ്പ്രയാസം ആ ബില്ലടിച്ചത് കണ്ട് തോമസിൻ്റെ മനസ്സ് നിറഞ്ഞു പുഞ്ചിരിച്ചു. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് തലോടും പോലെ തോമസ് അർജുനെ ഒന്ന് തലോടി. വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും രാത്രി 9 കഴിഞ്ഞിരുന്നു. അപ്പച്ചനും അമ്മച്ചിയും പച്ചവെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ നയന വേഗം ഓടിപ്പോയി ആ ഭക്ഷണം വിളമ്പിക്കൊടുത്തു. അപ്പച്ചനെയും അമ്മച്ചിയെയും മുറിയിൽ പോയി വിളിച്ച് ഇരുത്തിയത് അർജുനാണ്. കുഞ്ഞുമോളും കൈ കഴുകി അവർക്കരികിൽ വന്നിരുന്നു. തോമസ് ആരോ വിളിക്കുന്നുണ്ടെന്നും പറഞ്ഞ് വീട്ടിൽ കയറാതെ റോഡിലിറങ്ങി നടന്നുപോയി. നയന എല്ലാവർക്കുമുള്ള ഭക്ഷണം വിളമ്പിക്കൊടുത്തു. അർജുൻ ഇരിക്കേ. കോശി മുഖമുയർത്തി അവനോട് പറഞ്ഞു. വേണ്ട അപ്പച്ചൻ, ഞാൻ നയനയുടെ കൂടെ ഇരുന്നോളാം. ത്രേസ്യ സ്തംഭിച്ചുകൊണ്ട് നയനയെ നോക്കി. ആ നോട്ടത്തിൽ വീർപ്പ് മുട്ടി നയന അർജുനെ നോക്കി പല്ലുറുമ്മി. എനിക്ക് വിശക്കുന്നു, ഞാൻ ഇപ്പോഴേ കഴിക്കുകയാണ്. കമിഴ്ത്തി വെച്ച് പ്ലേറ്റ് എടുത്ത് നയന ഇരുന്നപ്പോൾ ഇത് നല്ല കൂത്ത് എന്ന ഭാവത്തിൽ അർജുനും നിന്ന്. അർജുൻ ഇരിക്കേ. കോശി വീണ്ടും പറഞ്ഞതും അർജുൻ ഇരുന്നു. ഇരുന്ന പാടെ അവളുടെ കാലിനിട്ടൊരു ചവിട്ട് കൊടുത്തു. നയന തിരിച്ചും ചവിട്ടി. മുൻപിലിരിക്കുന്നവർ അറിയാതിരിക്കാൻ അവൾ അവരുടെ മുഖഭാവത്തിൽ പോലും ആ വേദന കണ്ടില്ല. കഴിച്ച് എഴുന്നേറ്റ് കോശിയും ത്രേസ്യയും പോയി. നയന പാത്രങ്ങളെടുത്ത് അടുക്കളയിൽ കൊണ്ടുവച്ചു. കുഞ്ഞുമോളും ആ പോയവർക്കൊപ്പം പോകുന്നത് കണ്ട് അവർ ഇനി തിരിച്ചു വന്നാലും എത്ര വേഗതയുണ്ടാകുമെന്ന ഏകദേശ കണക്കിൽ അർജുൻ അടുക്കളയിലേക്ക് കുതിച്ചു. പാത്രങ്ങൾ ഓരോന്നായി സിങ്കിലേക്ക് വെക്കുന്നവളുടെ അരക്കെട്ടിൽ പിടിച്ചു വലിച്ച് അവനോട് ചേർത്തു.
കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് താഴെ വീണെങ്കിലും അത് അവളുടെ കാലിൻ ചുവട്ടിലുള്ള മാറ്റിൽ വീണതുകൊണ്ട് ഉടഞ്ഞതുമില്ല, വീഴുന്ന ശബ്ദം പുറത്തേക്ക് കേട്ടതുമില്ല. അർജുൻ അവളെ അവനിലേക്ക് നിർത്തിക്കൊണ്ട് അവളെ വാരിപ്പുണർന്നു. പക്ഷെ അവൾ അവനെ തൊട്ടില്ല. കൈ അഴുക്കായിരിക്കുകയല്ലേ. കൈകൾ ഇരുവശത്തേക്കും നീട്ടിപ്പിടിച്ചു അങ്ങനെ നിന്നുകൊടുത്തു. അവളുടെ തോളിലെ പൊള്ളലിൻ്റെ മുറിവിനെ പതിയെ തൊട്ടു. അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു കൊണ്ട് തുരുതുരെ ചുംബിച്ചു. എന്തോ ദൗത്യം പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കുന്ന വ്യഗ്രതയിൽ അവൻ അവളെ ചുംബിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. നയനക്കാകെ വിറച്ചു വിറച്ച് മരവിച്ചിരുന്നു. പെട്ടെന്നുള്ള പ്രവൃത്തിയായതുകൊണ്ട് അവൾക്കും അത് ആസ്വദിക്കാൻ വേണ്ട സമയം കിട്ടിയില്ല. ചൊടിയിൽ വിരിഞ്ഞ നനുത്ത പുഞ്ചിരിയോടെ അവൾ ആ പാത്രങ്ങൾ കഴുകി. എൻ്റെയാ, എൻ്റെ മാത്രം. നിറഞ്ഞ മിഴികൾ അവൾ തുടച്ചില്ല. അത് ആനന്ദക്കണ്ണീരല്ലേ, അതോ പ്രണയക്കണ്ണീരോ? അർജുൻ്റെ നെഞ്ചും കഴുത്തും വിയർത്തു കുളിച്ചിരുന്നു. ഒരു കുടം വെള്ളം ഒറ്റയടിക്ക് കുടിച്ചതുപോലുള്ള കിതപ്പും. ആ ചുണ്ടും കൂടെ ഒന്ന് ഉമ്മ വയ്ക്കാമായിരുന്നു. ഷർട്ടിൻ്റെ ബട്ടൺ അയച്ച് നെഞ്ചിലേക്ക് ഊതുന്ന നേരം അവൻ ഓർത്തു. താടി തടവി എളിയിൽ കൈ കുത്തി അവൻ ആലോചനയോടവിടെ നിന്ന്. ത്രേസ്യ പൊടുന്നനെ അവരുടെ റൂമിൻ്റെ ഡോർ തുറന്നതും അവനൊന്ന് ഞെട്ടി. അവർ അവനെയൊന്ന് മിഴിച്ചു നോക്കി കയ്യിലുള്ള ബോട്ടിലിൽ വെള്ളം നിറക്കാനായി അടുക്കളയിലേക്ക് പോയി. അമ്മച്ചി, ഞാൻ യാത്ര പറയാൻ നിൽക്കുകയായിരുന്നു. ഒരു കൊച്ചു കുഞ്ഞ് അമ്മയുടെ സാരിത്തുമ്പിൽ തൂങ്ങിപ്പോകുന്ന പോലെ അവൻ തുള്ളിച്ചാടി ത്രേസ്യക്കൊപ്പം പിറകെ പോയി. അർജുന പറഞ്ഞത് ശരിക്കും മനസ്സിനെ മുറിവേൽപ്പിച്ചത് അടുക്കളയിൽ പാത്രം കഴുകുന്നവളെയായിരുന്നു. അവൾ ഞെട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണിൽ മിഴിനീർ മുത്തുപോലെ ആവുന്നുണ്ട്. ത്രേസ്യ അപ്പോൾ ബോട്ടിലിൽ വെള്ളം നിറക്കുന്നുണ്ടായിരുന്നു. അർജുൻ വാതിലിൻ്റെ അരികിൽ വന്നു നിന്നതും ത്രേസ്യ അവനെ നോക്കി. ആ മുഖം കണ്ടാൽ തോന്നി ഇപ്പോൾ അവനോട് എന്തെങ്കിലും മിണ്ടുമെന്ന്. അതൊന്നും സംഭവിച്ചില്ല. ത്രേസ്യ ബോട്ടിലിൻ്റെ അടപ്പ് മുറുകെ അടച്ചു മുറി ലക്ഷ്യമാക്കി നടന്നു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഒരാളെയും കൊണ്ട് തിരികെ വരാം അമ്മച്ചി. അവരുടെ സമ്മതത്തോടെ നയനയെ കെട്ടിക്കൊണ്ടു പോകും ഞാൻ. അർജുൻ അവരുടെ പിറകെ നടന്നു. അവൻ്റെ ആ പറച്ചിൽ കേട്ട് ത്രേസ്യ പോലും അറിയാതെ ആ കാലുകൾ നിലയുറപ്പിച്ചു. പകപ്പോടെ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി ത്രേസ്യ മുറിയിൽ പോയി വാതിലടച്ചു. അവരുടെ അവഗണന ഒരു മുള്ളുപോലെ ഹൃദയത്തിൽ തറച്ചു നിൽക്കെ തളർന്നു പോയ അവൻ്റെ ചുമലുകളെ ആ പഞ്ഞിക്കെട്ടെന്ന പോലെ ഒരാലിംഗനം വന്നു പൊതിഞ്ഞു. അവൻ്റെ വയറിനെ ചുറ്റി വരിഞ്ഞ കൈകൾ അവൻ തഴുകി. പതിയെ ആ വലത് കരം മുറുകെ പിടിച്ചു തൻ്റെ മുൻപിലേക്ക് അവളെ നിർത്തി. ആ കണ്ണുകൾ നിർത്താതെ നിറഞ്ഞൊഴുകുന്നുണ്ട്. അർജുനേട്ടൻ പോകണ്ട, ഞാൻ തനിച്ചാകും, എനിക്കാരുമില്ല. ഒരു പിടച്ചിലോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. കണ്ണുനീരാൽ അവൻ്റെ നെഞ്ചം നനഞ്ഞു. അവൾ ഇങ്ങനെയും കരയുന്നത് അവൻ ആദ്യമായാണ് കാണുന്നത്. നയനയുടെ കൈകൾ അവനെ ചുറ്റി വരിഞ്ഞു. എങ്ങും പോകാൻ വിടില്ലെന്ന് പറയുന്നത് പോലെ. എടോ, ഞാൻ ഉടനെ വരാം. മുഖം പൂഴ്ത്തി കിടക്കുന്നവളുടെ മുടിയിഴകൾ വകഞ്ഞു മാറ്റി കാതിനരികിൽ വെച്ചു കൊടുത്തു. ഇല്ല, ഞാൻ വിടില്ല. ഞാൻ ശരിക്കും ഒറ്റപ്പെടും. എനിക്ക് വയ്യ കാണാതിരിക്കാൻ. അവളൊരു കൊച്ചു കുഞ്ഞിനെ പോലെ വാശി പിടിച്ചു കരഞ്ഞു. വിതുമ്പി നെഞ്ചിൽ കിടക്കുന്നവളുടെ ഏങ്ങലടികൾ മാത്രം കേട്ടങ്ങനെ നിന്നവൻ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയുന്നില്ല. നോക്ക്, നീ ഇങ്ങനെ കരഞ്ഞാണോ എന്നെ യാത്രയാക്കുന്നത്? എനിക്ക് പോയിട്ട് ഒത്തിരി കാര്യങ്ങൾ തീരുമാനമാക്കേണ്ടതുണ്ട്. എന്നിട്ട് ഞാൻ വരും. ഞാൻ കെട്ടിയ താലി ഒന്നുകൂടെ മുറുകെ കെട്ടാൻ. എല്ലാവരുടെയും സമ്മതത്തോടെ ഞാൻ നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. നീ എൻ്റെ ഭാര്യയാകും, ഞാൻ നിൻ്റെ ഭർത്താവാകും. ഓർക്കുമ്പോൾ തന്നെ കുളിരാ. അർജുൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇപ്പം അങ്ങനെയല്ലേ? ചുവന്നു തുടുത്ത മുഖമുയർത്തി ചോദിച്ചവൾ. എങ്ങനെ? ഭാര്യയും ഭർത്താവും? കുറുമ്പുകാരിയുടെ നോട്ടം അവന് നല്ലോണം രസിച്ചു. ആണല്ലോ, പക്ഷേ അത് നമ്മുടെ മനസ്സിലല്ലേ, നമ്മുടെ മാത്രം വിശ്വാസമല്ലേ. അതങ്ങനെ തന്നെയാണെന്ന് എല്ലാവരെയും ബോധിപ്പിക്കണം. നിൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും വേണ്ടി ഒരു താലികെട്ട് ചടങ്ങ്, അത് ചെയ്തേ പറ്റൂ. അതിനു വേണ്ടി എനിക്ക് പോയേ പറ്റൂ. ഞാൻ ദിവസവും വിളിക്കാം, വീഡിയോ കോൾ ചെയ്യാം. നിന്നെ തനിച്ചാക്കില്ല. അപ്പച്ചനും അമ്മച്ചിയും ഇപ്പോൾ കാണിക്കുന്ന ദേഷ്യം കണ്ട് മനസ്സ് വിഷമിപ്പിക്കേണ്ട. നമ്മൾ അവരോട് ചെയ്തത് തെറ്റാണ്, ചതിയാണ്. അതിന് ഇങ്ങനെയെങ്കിലും ഒരു ശിക്ഷ നമുക്ക് അവരിൽ നിന്ന് ഏറ്റുവാങ്ങാം. അർജുൻ അവളുടെ മിഴികൾ മെല്ലെ ചുംബിച്ചു. ആ കണ്ണൊക്കെ തുടച്ചു. എന്നെ ഒന്ന് യാത്രയാക്കിക്കേ. അപ്പച്ചനെയും അമ്മച്ചിയെയും കുഞ്ഞുമോളെയും ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ നീ നിൻ്റെ ആരോഗ്യം മറക്കരുത്. മുറിവ് വൃത്തിയാക്കി ഓയിൻമെൻറ്റ് പുരട്ടണം. അവൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾ അനുസരണയോടെ തലയാട്ടി. ആ ചെറുക്കം പോവാണെന്ന്.
വാഷ്റൂമിൽ നിന്നും കോശി വരാൻ കാത്ത് നിൽക്കുകയായിരുന്നു ത്രേസ്യ. അയാൾ ഇറങ്ങി വരുന്നത് കണ്ടതും ത്രേസ്യ പറഞ്ഞു, പോവേ, എന്താപ്പോൾ അങ്ങനെ പറയാൻ? കോശിക്ക് വല്ലാത്ത ഹൃദയഭാരം തോന്നി. പോയാ ചെറുക്കൻ ഇനി വരുമെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ മോൾ അപ്പം പഠിക്കും. കോശി വാതിൽ കുറ്റി തുറക്കാൻ പോകുന്നത് നോക്കി ത്രേസ്യ പറഞ്ഞു. കോശി അവരെ തിരുത്തിയില്ല. കാരണം ത്രേസ്യയുടെ കണ്ണിൽ അർജുൻ ചതിയനാണ്. കുറച്ചു നേരം കൂടെ അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് തീരുമാനിച്ചു. കോശി വാതിൽ തുറന്നു നോക്കുമ്പോൾ അർജുൻ്റെ നെഞ്ചിൽ കിടക്കുന്ന തൻ്റെ മകളെയാണ് കണ്ടത്. അവൻ്റെ ഓരോ സാന്ത്വന വാക്കുകളും മൂളലോടെ നിറഞ്ഞ കണ്ണുകളുമായി കേട്ടു നിൽക്കുന്ന മകളെ നോക്കി നിൽക്കെ കോശിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവർ തന്നെ കാണാതിരിക്കാൻ അയാൾ വേഗം ഒരു മറവിലേക്ക് മാറി നിന്നു. അർജുൻ നയനയെ നെഞ്ചിൽ നിന്ന് പിടിച്ചു എഴുന്നേൽപ്പിച്ചു വിട്ടു. അവൻ നയനയുടെ മിഴികൾ തുടച്ചു. ഇത് കയ്യിൽ വെച്ചോ, ഇനിയും എന്തൊക്കെയാ ആവശ്യങ്ങൾ വരിക എന്നറിയില്ലല്ലോ. അവൻ കുറച്ച് നോട്ടുകൾ അവളുടെ കയ്യിൽ പിടിച്ചു കൊടുത്തു. ഇതൊന്നും വേണ്ട, എൻ്റെ ബാങ്കിലുണ്ട് പൈസ. നയന അത് വാങ്ങാതെ അവൻ്റെ കൈ പിടിച്ചു. പാസ്ബുക്കും ATM കാർഡൊക്കെ നശിച്ച സ്ഥിതിക്ക് എങ്ങനെ എടുക്കുമെന്നാ? പിന്നെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ മുമ്പേ തനിക്കില്ലല്ലോ. ഇരിക്കുന്ന പൈസകളൊക്കെ അവിടെ ഇരുന്നോട്ടെ, ഇപ്പോൾ ഇത് പിടിക്കി. അവൾ ചുരുട്ടിപ്പിടിച്ച വിരലുകൾ അടർത്തി മാറ്റി അവൻ നോട്ടുകൾ വെച്ചു കൊടുത്തു. നയന അവനെ ഇമ വെട്ടാതെ നോക്കി നിന്നു പോയി. എന്തൊരു കരുതലാണ് ഈ മനുഷ്യന് തൻ്റെ മേൽ. ഇതായിരുന്നുവോ ശരിക്കുള്ള അർജുൻ? അതോ നിമിഷ നേരം കൊണ്ട് സ്വഭാവം മാറിയുന്ന പഴയ അർജുനോ ശരിക്കുള്ള അർജുൻ? അർജുൻ അവളെ തോളോട് ചേർത്ത് പുറത്തേക്ക് ഇറങ്ങും നേരം കോശിയും അവർക്ക് പിറകെ വന്നു. അതുവരെ ആ മനുഷ്യൻ ആ ഭിത്തിക്ക് മറവിൽ അങ്ങനെ നിന്നു. സ്നേഹവായ്പകൾക്കിടയിൽ ഒരു തടസ്സമാകേണ്ട എന്ന് കരുതി. അർജുൻ പോവാണോ? കോശിയുടെ ചോദ്യം കേട്ട് രണ്ടുപേരും ഒരുപോലെ പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ ഇരുട്ടാണ്. കോശിയുടെ മുഖം തെളിഞ്ഞു കാണുന്നില്ല. നയന വേഗം അവൻ്റെ കൈ അവളുടെ തോളിൽ നിന്നെടുത്ത് മാറ്റി അവനിൽ നിന്ന് അകലം പാലിച്ചു നേരെ നിന്നു. കോശി ഉമ്മറത്തെ ലൈറ്റിട്ടു. ഞാൻ പോയിട്ട് വരാം അപ്പച്ച. എനിക്ക് എൻ്റെ ഓഫീസിൽ പോകണം. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഫോണിലൂടെ അറിഞ്ഞാലൊന്നും നേർ രീതിക്ക് നടക്കില്ല. പിന്നെ അപ്പച്ചൻ്റെ വാക്ക് എനിക്ക് പാലിക്കണം. അവൻ ആ ചുളിവ് വീണ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു നേരെ ഇരുട്ടിലേക്ക് നടന്നു. പൊട്ടി വന്ന കരച്ചിൽ അടക്കി പിടിച്ചു നയന മുറിയിലേക്കോടി. തുടരും. അപ്പോൾ അടുത്ത ഭാഗമായിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. താങ്ക് യു.